വൺ പീസിൽ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വില്ലൻ കഥാപാത്രമാണ് എനൽ. ചാപ്റ്റർ 254 എപ്പിസോഡ് നമ്പർ 167ലുമായിട്ടാണ് എനലിനെ ആദ്യമായി അവതരിപ്പിക്കുന്നത്. മറ്റെല്ലാ വൺ പീസ് വില്ലന്മാരെക്കാട്ടിലും വളരെ വലിയൊരു യുണീക്ക് അപ്പിയറൻസ് ആണ് എനലിന് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ സീരീസിലുടനീളം വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ട് സാധിച്ചു. സ്കൈപ്പിയുടെ ഫോർമർ ദൈവമായ ഇദ്ദേഹത്തെ അവിടെയുള്ളവർ വളരെ ഭയത്തോടു കൂടിയാണ് ആരാധിച്ചു പോയിരുന്നത്. കാരണം അത്രത്തോളം പവർഫുൾ ആയ ഒരു ക്യാരക്ടറായിരുന്നു എനൽ എന്നത്. ബിർക്ക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഒറിജിൻ സ്ഥലം എന്ന് പറയുന്നത്. സീരീസിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഈ ഒരു ക്യാരക്ടറിന് ഏകദേശം 39 വയസ്സുണ്ട്. മെയ് 6 ആണ് ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ. തന്റെ ഹോംലാൻഡായ ബിർക്കയിൽ നിന്നും തന്നോട് കൂറുള്ള കുറച്ചു പേരെ കൂട്ടിക്കൊണ്ടാണ് സ്കൈപ്പിയിലേക്ക് വരുന്നത്. അവിടെ എത്തിയ എനലും സംഘവും അവിടെ ഉണ്ടായിരുന്ന ഗോഡ്സിനെ അടിച്ചമർത്തി ഒരു ഏകാധിപത്യ ഭരണം അവിടെ കാഴ്ചവെച്ചു. കൂടാതെ ആ ലാൻഡിന്റെ പുതിയ ഗോഡായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. മറ്റുള്ള ഒരാൾക്കും എനലിനെയോ അയാളുടെ സംഘത്തെയോ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. മന്ത്ര എന്ന് വിളിക്കപ്പെടുന്ന അഥവാ ഹാക്കിയുമായി ഏകദേശ സാമ്യമുള്ള ഒരു പവർ എനലും മറ്റുള്ളവർക്കും ഉണ്ടായിരുന്നു. ഹാക്കിയേക്കാൾ ഏറെ റേഞ്ച് കൂടിയ ഒരു പവറാണ് ഈ മന്ത്ര. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇല അനങ്ങിയാൽ പോലും എനൽ അത് മനസ്സിലാക്കിയിരുന്നു. എനലിൻ്റെ ഏറ്റവും വലിയ മോട്ടീവാണ് മൂണിൻ്റെ അധികാരം കൈക്കലാക്കുക എന്നുള്ളത്. പക്ഷെ അതിന് തനിക്ക് മാസീവായിട്ടുള്ളൊരു എയർഷിപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി അവിടെയുള്ള ജനങ്ങളെയും അവരുടെ റിസോഴ്സുകളെയെല്ലാം വളരെ വലിയ തോതിൽ തന്നെ ചൂഷണം ചെയ്തു. സ്കൈപ്പിയിൽ തന്നെ ഏറ്റവും റിസോഴ്സസ് ഉള്ള ഒരിടമാണ് വി എർത്ത്. ജയ ഐലൻഡിൽ നിന്നും സ്പ്ലിറ്റായി സ്കൈപ്പിയിലേക്ക് എത്തിച്ചേർന്ന ഈ ഒരു ഐലൻഡിൽ ധാരാളം ജനവിഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഇവർ ഭൂമിയിലെ ദൈവങ്ങളെ ആരാധിച്ചപ്പോൾ ആകാശ ജനങ്ങൾ അവരുടെ ദൈവവും ഗോഡ്സ് നൈറ്റുമായ ഗോൺഫാളിനെ ആരാധിച്ചു. ഇരുവരും ഒരു സന്ധിയിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ സമാധാനത്തോടെ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് എനലിന്റെ വരവ്. എനലിനെതിരായി ആര് പട നയിച്ചാലും അയാൾ അത് അപ്പർ യാർഡിൽ ഇരുന്നു കൊണ്ട് തന്നെ മനസ്സിലാക്കിയിരുന്നു. അവരെ തന്റെ റംബ്ലിങ്ങിന്റെ അറ്റാക്കിലൂടെ ഇല്ലാതാക്കുക എന്നതാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയത്താൽ ആരുമൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ അവിടെ ജീവിച്ചു പോന്നു. 6 വർഷത്തോളം നയിച്ച ആ കൊടിയ ഭരണത്തിന് വിരാമമുണ്ടാവുന്നത് ലൂഫിയുടെ വരവോടെയാണ്. എന്നാൽ ലൂഫി അവിടെ എത്തുമ്പോഴേക്കും അയാളുടെ പ്ലാൻ അവിടെ സക്സസ് ആയിരുന്നു. കൂടാതെ തിരിച്ചു മൂണിലേക്ക് പോകാനുള്ള ആ ഒരു എയർഷിപ്പും അവിടെ റെഡിയായിരുന്നു. ഗൈസ്, ഈ ഒരു എയർഷിപ്പ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണം. കാരണം ഇമൂസാമ ലിലൂഷ്യ കിങ്ഡത്തെ ഇല്ലാതാക്കിയത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഏൻഷ്യൻ വെപ്പനായ യുറാനസ് എന്നത് ഉപയോഗിച്ചാണ് ഈ ഒരു കിങ്ഡത്തെ ഇല്ലാതാക്കുന്നത്. വെഗാപങ്ക് നിർമ്മിച്ച മദർ ഫ്ലെയിമിലൂടെ വീണ്ടും ആക്റ്റീവായ ഈ ഒരു വെപ്പൺ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇമു ആ ഒരു ഐലൻഡ് തന്നെ ഇല്ലാതാക്കുന്നത്. ഭൂമിയിലുള്ള അതേ റിസോഴ്സസ് ഉപയോഗിച്ച് നിർമ്മിച്ച മറ്റൊരു ഷിപ്പാണ് എനലിന്റെ മാക്സിം എന്നത്. ഈ ഒരു ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ എനലിൻ്റെ പവേഴ്സ് അതിലേക്ക് ജനറേറ്റ് ചെയ്ത് മാസീവായ അറ്റാക്ക് ഉണ്ടാക്കി ആ ഐലൻഡിനെ തന്നെ ഇല്ലാതാക്കുകയും അവിടുന്ന് തിരികെ മൂണിലെത്തി അവിടെയുള്ള ഫെയറി എർത്തിൽ ചെന്ന് അവരുടെ എല്ലാം ഗോഡായി മാറുക എന്നതുമായിരുന്നു എനലിൻ്റെ ലക്ഷ്യം. കൂടാതെ സ്കൈപ്പെ വിട്ട് പോകുന്നതിന് മുമ്പ് തൻ്റെ ആ മാസീവ് ഷിപ്പ് ഉപയോഗിച്ച് ആ സ്ഥലവും അവിടുത്തെ ജനങ്ങളെയും ഇല്ലാതാക്കുക എന്നതായിരുന്നു പ്ലാൻ. പക്ഷേ ആ ഒരു പ്ലാൻ ലൂഫി കാരണം നിറവേറ്റാൻ എനലിനെ കൊണ്ട് സാധിച്ചില്ല. എങ്കിലും തൻ്റെ ആ ഭീമൻ ഷിപ്പ് ഉപയോഗിച്ച് വലിയ തോതിലുള്ള ഒരു ആക്രമണം തന്നെ എനൽ അവിടെ നടത്തുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ 2 എയർഷിപ്പുകളും പിന്നെ ബാക്കിയുള്ള ഷിപ്പുകൾക്കും ഏകദേശം സാമ്യമുള്ളതുപോലെ. കാരണം എനലിന്റെ മാക്സിം എന്ന ഷിപ്പ് വർക്കാവുന്നത് ആ ഷിപ്പിൽ ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. കാരണം വൈദ്യുതി കടന്നു പോകാൻ നയിക്കുന്ന ഒരു ചാലകമാണ് ഗോൾഡ്. എനലിന്റെ പവർ നമുക്കറിയാം ലൈറ്റ്നിങ് ആണ്. ഈ ലൈറ്റ്നിങ്ങിനെ അവിടേക്ക് ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ ഷിപ്പിൽ മാസീവായിട്ടൊരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു എനർജി ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ആ വസ്തു നിശേഷം ഇല്ലാതാകും എന്നുള്ളത് സത്യമാണ്. അതായത് ലിലൂഷ്യ കിങ്ഡത്തെ യുറാനസ് വെച്ച് ഇല്ലാതാക്കിയതുപോലെ. ഇതിന്റെ ഒരു വലിയ വേർഷനാണ് ഈ പ്ലൂട്ടോൺ എന്ന് പറയുന്നത്. ഈ പ്ലൂട്ടോണും ഇതേപോലെ ഇടിമിന്നൽ കൊണ്ടാണ് വർക്കാവുന്നതെന്ന് പറയപ്പെടുന്നു. എങ്കിൽ ഈ പ്ലൂട്ടോണിന്റെ ഒരു ചെറിയ വേർഷനാണ് മാക്സിം എന്നും പറയുന്നു. കാരണം എനലിന്റെ മാക്സിമിനെക്കാട്ടിലും 2 ഇരട്ടി വലിപ്പമാണ് പ്ലൂട്ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമിന് ഇത്രത്തോളം ശക്തി ഉണ്ടെങ്കിൽ പ്ലൂട്ടോണിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. എന്തായാലും നമുക്ക് ഫൈനൽ സാഗയിൽ ഇതിന്റെ വലിയ വേർഷൻസ് ഒക്കെ കാണാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി എനലിന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസിനെ പറ്റി നോക്കിയാൽ മന്ത്ര എന്ന് വിളിക്കപ്പെടുന്ന ഒബ്സർവേഷൻ ഹാക്കിയോട് സാമ്യമുള്ള ഒരു പവർ യൂസ് ചെയ്യുന്നത് കാണാം. ഈ ഒബ്സർവേഷൻ ഹാക്കിയേക്കാൾ 10 മടങ്ങ് പവർ കൂടിയതാണ് ഈ മന്ത്ര. കാരണം അപ്പർ യാർഡിൽ ഇരുന്നു കൊണ്ട് തനിക്കെതിരെ ആരെല്ലാം തിരിയുന്നതെന്ന് മനസ്സിലാക്കാനും മിന്നൽ വേഗത്തിലുള്ള അറ്റാക്കിനും ഡിഫൻസിനുമൊക്കെ ഈ മന്ത്ര സഹായിക്കുന്നുണ്ട്. മറ്റൊന്നാണ് എനലിന്റെ ഡെവിൾ ഫ്രൂട്ട് പവർ.
ഗൊരോഗൊരോ നോമി അഥവാ റംബിൾ ഫ്രൂട്ട്. ഇതൊരു യൂസറിന് ഇടിമിന്നലിന്റെ ശക്തി നൽകുന്നു. കൂടാതെ ഇതൊരു ലോഗിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട് ആയതിനാൽ ഇവരെ പരാജയപ്പെടുത്തുക എന്നത് അത്രയ്ക്ക് എളുപ്പമല്ല. ലൂഫി ഒരു റബ്ബർമാൻ ആയതിനാൽ ഇലക്ട്രിസിറ്റി ഒരു കാരണവശാലും അവന്റെ ശരീരത്തിൽ ഏൽക്കില്ല. അതുകൊണ്ട് തന്നെ എനലിൻ്റെ എല്ലാം ഒരു നാച്ചുറൽ എനിമി എന്ന് തന്നെ ലൂഫിയെ പറയാം. ലൂഫി അല്ലാതെ മറ്റാർക്കും അയാളെ തോൽപ്പിക്കാനും ഒരിക്കലും സാധിക്കില്ല. ഇനി എനലിൻ്റെ കംബാക്ക് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും ഉണ്ടാകുമെന്ന് തന്നെ പറയാം. കാരണം വരാനിരിക്കുന്ന ഗ്രേറ്റ് വാറിൽ എനലിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ളത് കൺഫേം ആണ്. ആ ഒരു ഗ്രേറ്റ് വാറിൻ്റെ പിക്ചറിൽ നോക്കിയാൽ 2 കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒന്ന് മൂണിനെയും കൂടാതെ എനലിൻ്റെ മാക്സിം എന്ന ഷിപ്പിനെയും കാണിക്കുന്നുണ്ട്. ഇതിലൂടെ കൺഫേം ആണ് എനൽ എന്ന് പറയുന്ന ക്യാരക്ടർ തിരിച്ചു വരുമെന്നുള്ളത്. എന്തായാലും ആ ഒരു ക്യാരക്ടർ തിരിച്ചു വരാൻ വേണ്ടി ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. നിങ്ങളിൽ എത്ര പേർക്ക് എനലിനെ ഇഷ്ടമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.